നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് IIM തിരൂർ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. ചടങ്ങിൽ IIM തിരൂർ ബ്രാഞ്ച് ഹെഡ് ശ്രീ അബ്ദുൽ റഷീദ് KP സ്വാഗതം പറഞ്ഞു. IIM ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ശ്രീ CS മുഹമ്മദ് സ്വാലിഹ് തിരൂർ ഉദ്ഘാടനം ചെയ്തു. ജോലി സാധ്യതയുള്ള വിവിധ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി IIM ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ശ്രീ CA മുഹമ്മദ് സ്വാലിഹ് കണ്ണൂർ ഓപ്പൺ ഗൈഡൻസ് ക്ലാസ് എടുത്തു. തുടർന്ന് +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് IIM സ്റ്റഡീസ് തിരൂർ സ്നേഹാദരം നൽകി. IIM തിരൂർ മാർക്കറ്റിംഗ് ആൻഡ് അഡ്മിഷൻ ഓഫീസർ ശ്രീ മുഹമ്മദ് ഷഫീഖ് നന്ദിയും പറഞ്ഞു. IIMന്റെ ഫൗണ്ടറും ഡയറക്ടറും കൂടിയായ CS മുഹമ്മദ് സാരി സാറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. +2 പരീക്ഷ കഴിഞ്ഞു, ഇനി ജീവിതത്തിൽ ഏത് മേഖലയ്ക്ക് പോകണം, എത്ര പെട്ടെന്ന് പഠിച്ച് എത്ര പെട്ടെന്ന് ജോബ് കിട്ടണം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് IIM സ്റ്റഡീസ് CS മുഹമ്മദ് സ്വാലിഹ് സാറിനെ ക്ഷണിക്കുന്നു. വലിയൊരു ടേണിംഗ് പോയിന്റിലായിരുന്നു അല്ലേ? ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊരു ടേണിംഗ് പോയിന്റാണ്. ഇനിയിപ്പോൾ അടുത്തത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അപ്പോൾ വീണ്ടും പറയുന്നു ടേണിംഗ് പോയിന്റാണെന്ന് പറയുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ഓരോ സമയത്ത് ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ടേണിംഗ് പോയിന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി, നമ്മളെ മക്കൾ +2ലും നല്ല മാർക്കോടുകൂടി പാസ്സായി. അവർക്ക് വേണ്ടി വലിയൊരു ക്ലാപ്പ് നമുക്ക് ആദ്യമായിട്ട് കൊടുക്കാം. +2ൽ ഉന്നത മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു പഠനത്തിൻ്റെ ഗൗരവം +1ൽ ഉണ്ടാകാറില്ല. +1ൽ പഠിച്ച ആ ഒരു ഗൗരവം +2ൽ അവസാനമാവുന്ന സമയത്താണ് പിന്നെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ +2 പഠിച്ച മക്കൾക്കൊക്കെ അറിയണ്ടാവും. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ജീവിതത്തിൻ്റെ ഓരോ സമയത്തും ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ ഓരോ കടമ്പകൾ കടക്കുമ്പോഴും പുതിയ പുതിയ കടമ്പകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രൊഫഷനിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA CS കോഴ്സുകളെ കുറിച്ചൊക്കെ തിരിച്ചറിയുന്നത്, ഞാനൊക്കെ +2 ചെയ്യുന്ന സമയത്ത് എനിക്കറിയുന്ന പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ ഒന്നുകിൽ ഡോക്ടർ ആക്കാനുള്ളത്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാനുള്ളത്, പിന്നെ അറിയുന്ന കോഴ്സ് തന്നെ പോലീസുകാരനാകാനുള്ളതാണ്, പിന്നെ അറിയുന്നത് ടീച്ചർ ആകാനുള്ളതാണ് അല്ലേ? ഇതിലപ്പുറത്തേക്ക് ഇപ്പോൾ കുറച്ച് കോഴ്സുകൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നേഴ്സാകാം, ഫാർമസിസ്റ്റ് ആകാം, BPharm ആകാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോഴ്സും കൂടെ ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ട് കുറേ കാര്യങ്ങൾ അറിയണ്ടായിരുന്നു അല്ലേ? എന്താ AI, അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ്, അങ്ങനെയുള്ള കുറേ കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് ഒപ്റ്റ് ചെയ്യുന്നോ ആ കോഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് ഗ്രോത്ത് ഉണ്ടോ എന്നും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ കോഴ്സ് എടുക്കുന്നത് ഒരു 4 കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഓഫ് കോഴ്സ് 4 കാര്യത്തിന് ഞാൻ പറയാം, തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറയണം കേട്ടോ. ഒന്ന്, വി നീഡ് ടു ഗെറ്റ് എ ജോബ് അല്ലേ? വി നീഡ് ടു ഗെറ്റ് എ സാലറി. യെസ് ഓർ നോ? വി നീഡ് ടു ഹാവ് ദാറ്റ് സ്റ്റാറ്റസ്. വി നീഡ് ടു ഹാവ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലിപ്പം വരില്ല. ഞാനൊരു ജോലി കയറി കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ആദ്യം കയറി അതേ സ്ഥാനത്തിരിക്കുന്ന ജോലിയല്ല എനിക്ക് വേണ്ടത്. പക്ഷെ എന്ത് വേണം? ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു ദ ടോപ്പ് ലെവൽ ഓഫ് ദ മാനേജ്മെന്റ്, റൈറ്റ്? ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ഓടുന്നത്. യെസ് ഓർ നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കോഴ്സുകളെ പറ്റി എനിക്കറിയാം. കുറച്ച് കോഴ്സുകളെ പറ്റി കേട്ടോ, എൻ്റെ ലിമിറ്റഡ് നോളജിൽ അറിയുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. അത് നിങ്ങൾക്കൊരു ചോയ്സ് ആയിട്ട് എടുക്കാം. അത് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നു കേട്ടോ. ഇന്ന കോഴ്സ് തന്നെ എടുക്കണം, പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ വോണ്ട് കമ്പയർ. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കോഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? ഇന്നതിന് പോവാം, MBBS പോവാം, അല്ലെങ്കിൽ സൈക്കോളജിക്ക് പോവാം, ആർട്സിന് പോവാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ് കൂടി ഞാൻ തരാം. അതൊരു ക്ലാസ് തന്നെ ആയിരുന്നില്ലേ സാരി സാർ തന്നത്? എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും, ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന മോട്ടിവേറ്റഡ് ക്ലാസ്സാണ് സാർ തന്നത്. ഓക്കെ, സാറിന് പ്രത്യേകം നന്ദി പറയുന്നു.
സാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.